സിൽവർ ലൈന് ബദലായി ഇ ശ്രീധരൻ നിർദ്ദേശിച്ച പദ്ധതി കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മെട്രോമാൻ ഇ ശ്രീധരൻ പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചത്. ബദൽ പാത സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ നിലപാടറിയിക്കാൻ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇ ശ്രീധരൻ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിയെ കാണും. അതിനുശേഷമായിരിക്കും കേരളത്തോട് കേന്ദ്രം നിലപാടറിയിക്കുക. അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനും തീരുമാനിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാനും അറിയിച്ചു. കേന്ദ്ര വിദഗ്ധ സംഘം ഇതിനായി കേരളത്തിൽ എത്തും. 20 മിനിറ്റ് ഇടവിട്ട് തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ 200 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾ ഓടിക്കാനുള്ളതായിരുന്നു സിൽവർ ലൈൻ. പാരിസ്ഥിതിക സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് കേന്ദ്രം അനുമതി നൽകിയില്ല. ഭൂമി ഏറ്റെടുക്കുന്നത് പരമാവധി കുറച്ച് തൂണുകളിലും തുരങ്കങ്ങളിലൂടെയുമുള്ളതാണ് ശ്രീധരന്റെ തിരുവനന്തപുരം കണ്ണൂർ ബദൽ പാത. സിൽവർ ലൈനിന്റേത് പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഗേജിൽ 200 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന തരത്തിലാണ് പദ്ധതി. സിൽവർ ലൈനിൽ 50 കിലോമീറ്റർ ഇടവിട്ടായിരുന്നു സ്റ്റേഷനുകളെങ്കിൽ ശ്രീധരന്റെ പദ്ധതിയിൽ 30 കിലോമീറ്റർ ഇടവിട്ട് സ്റ്റേഷനുകളുണ്ട്. ബദൽ പദ്ധതിക്ക് 1 ലക്ഷം കോടിയിലേറെ ചെലവ് വരും. പരമാവധി 200 കിലോമീറ്റർ വേഗത്തിൽ സ്റ്റാൻഡേർഡ് ഗേജിലുള്ള സ്റ്റാൻഡ് എലോൺ പാതയാണ് ഇ ശ്രീധരന്റെ ബദൽ. ഇത് സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈനുമായി യോജിക്കുന്നതാണ്. പാതയിൽ ഏറിയ പങ്കും തൂണുകളിലും തുരങ്കങ്ങളിലുമായിരിക്കണം. ഓരോ 30 കിലോമീറ്ററിലും സ്റ്റേഷൻ വേണം. പാത കണ്ണൂർ വരെ മതി എന്നിവ മാത്രമാണ് വ്യത്യസ്തതയുള്ളത്. കേരളത്തിലെ 3ഉം 4ഉം റെയിൽവേ പാതയ്ക്കുള്ളതായി പ്രവർത്തനത്തിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിലൂടെ അറിയിച്ചു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രധാന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തെന്ന് പറഞ്ഞ അശ്വിനി വൈഷ്ണവ് അങ്കമാലി എരുമേലി പദ്ധതിക്കും കേരളത്തിൽ അനുവദിച്ച ഓവർ ബ്രിഡ്ജുകൾക്കും അണ്ടർ ബ്രിഡ്ജുകൾക്കും സ്ഥലം ഏറ്റെടുക്കുന്നതിന് പിന്തുണ തേടിയതായും അറിയിച്ചിട്ടുണ്ട്. UPA സർക്കാരുകൾ കേരളത്തിന് അനുവദിച്ചിരുന്ന റെയിൽവേ ബജറ്റിനേക്കാൾ ഉയർന്ന തുകയാണ് നരേന്ദ്രമോദി സർക്കാർ അനുവദിക്കുന്നതെന്നും അശ്വിനി വൈഷ്ണവ് എക്സിലൂടെ വ്യക്തമാക്കി. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മെട്രോമാൻ ഇ ശ്രീധരൻ പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചത്. ബദൽ പാത സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ നിലപാടറിയിക്കാൻ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇ ശ്രീധരൻ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിയെ കാണും. അതിനുശേഷമായിരിക്കും കേരളത്തോട് കേന്ദ്രം നിലപാടറിയിക്കുക. അങ്കമാലി ശബരി റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാനും അറിയിച്ചിരുന്നു. കേന്ദ്ര വിദഗ്ധ സംഘം ഇതിനായി കേരളത്തിലെത്തും. 20 മിനിറ്റ് ഇടവിട്ട് തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ 200 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾ ഓടിക്കാനുള്ളതായിരുന്നു സിൽവർ ലൈൻ. പാരിസ്ഥിതിക സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് കേന്ദ്രം അന്ന് അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും മെട്രോമാൻ ഉടൻ റെയിൽവേ മന്ത്രിയെ കാണും. അതിനുശേഷം കൂടുതൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്.